ഹായ് ഹലോ നമസ്കാരം. മല്ലു മലയാളി കുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 2 മിൽക്ക് ഷേക്കാണ്. നല്ല കിടിലനാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, നല്ല ടേസ്റ്റിയാണ്, ഒരു രക്ഷയില്ല. ഇത് നിങ്ങൾ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്യേണ്ട ഒരു മസ്റ്റ് ഐറ്റമാണ്, വേറെ ലെവലാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ സമയം കളയാം, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ആദ്യം തന്നെ ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. പിന്നെ 3 സിപ്പപ്പാണ്, പിസ്ത ഫ്ലേവറിലെ 3 സിപ്പപ്പാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. നിങ്ങളിൽ ഏത് സിപ്പപ്പ് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. പക്ഷേ പിസ്തയാകുമ്പോൾ കുറച്ചും കൂടി നല്ല ഫ്ലേവറുമാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റ് തോന്നുന്നത് എനിക്ക് പിസ്തയാണ്. ഓക്കെ, ഇത് നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു അടിപൊളി ഐറ്റമാണ്. ഇത് ഏത് മിസ് ചെയ്താലും ഇത് മിസ് ചെയ്യരുത്. ഇത് ഭയങ്കര ടേസ്റ്റാണെന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. ഞാനത് വെറുതെ പറയുന്നതല്ല. ഓക്കെ, അങ്ങനെ സിപ്പപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സ്ട്രോബെറിയുടെ ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 5 പിസ്ത ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 5 ബദാം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ മധുരത്തിന് ആവശ്യമായിട്ടുള്ള 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നല്ല തണുത്ത 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. ഇനി വേണ്ടത് ഐസ് ക്യൂബ്സ് ആണ്. ഞാൻ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നല്ല പോലെ ഒന്ന് അടിച്ചിട്ട് വരാം. ഇനി ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, അതിലേക്ക് നമ്മുടെ ഷേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് സ്ട്രോബെറി ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് അതിൻ്റെ മേലെ കൂടെ ഞാൻ കുറച്ച് ബദാം ഇട്ട് കൊടുക്കുന്നുണ്ട്, പിസ്ത ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കേക്കിൻ്റെ മേലേക്ക് ഇടുന്ന ജീരക മിഠായി പോലത്തെ ഒരു സാധനമാണ്, അതൊന്ന് മേലെ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. നമ്മൾ ഇപ്പോൾ ഇട്ടതുപോലെ തന്നെ സിൽവർ കളറിലെ ബോൾ പോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ചും കൂടി ഭംഗിയായിട്ട് മുകളിലൊരു ചെറി വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സിപ്പപ്പ് ഐസ്ക്രീം മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമല്ല ഇതുണ്ടാക്കാൻ, മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. നോമ്പ് തുറയൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ വേറെ ലെവലാണ്. ഇപ്പോൾ ചൂട് സമയം കൂടിയാണ്, അപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു മിൽക്ക് ഷേക്ക് കൊണ്ട് ഉണ്ടാക്കാം. ഇതിനായി ആദ്യം തന്നെ ഒരു ഇളനീര് എടുക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് അതിൻ്റെ ചിരട്ട ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇളനീര് വെള്ളം ഒന്ന് സെപ്പറേറ്റ് ചെയ്യാം. ഞാനൊരു ബൗളിലേക്ക് ഇളനീര് വെള്ളം മാറ്റുന്നുണ്ട്. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് ഉള്ളിലുള്ള കാമ്പ് മൊത്തം നമുക്കൊന്ന് സ്പൂൺ വെച്ചിട്ടും ചുരണ്ടിയെടുക്കാം. അധികം മൂക്കാത്ത തേങ്ങ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ഈ സ്പൂൺ വെച്ച് ആക്കുമ്പോൾ തന്നെ കണ്ടോ നല്ല പെട്ടെന്ന് വരും. എല്ലാം ഞാനൊരു ബൗളിലേക്കായി സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കണ്ടോ ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇളനീർ കാമ്പ് മൊത്തം അതിനകത്തേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 5 സ്ട്രോബെറിയാണ് ഞാനിതിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് അന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. മധുരത്തിനായിട്ട് ഞാൻ ഇവിടെ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് സ്ട്രോബെറി ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ഏത് ഫ്ലേവറാണ് ഐസ്ക്രീം വെച്ചാൽ ചേർക്കാവുന്നതാണ്. ഞാൻ ഇവിടെ സ്ട്രോബെറി എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഇനി 3 ബദാമും 3 അണ്ടിപ്പരിപ്പ് എടുത്തിരിക്കുന്നത് അന്നിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇവിടെ 1 കപ്പോളം പാൽ ഒഴിച്ചിട്ടുണ്ട്. നല്ല തണുത്ത പാലാണ്, അത് നമുക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം. ഇനി നല്ല പോലെ ഒന്ന് അടിച്ചിട്ട് വരാം. ഇനി ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിലേക്ക് നമുക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം. നല്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, നല്ല ടേസ്റ്റിയാണ്. ഓക്കെ, കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇനി അത് മേലെ കൂടെ ഞാനിതാ ഒന്ന് സ്ട്രോബെറി ഐസ്ക്രീം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഒന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇവിടെ ഒരു ബദാമിൻ്റെ സ്ലൈസായിട്ട് അരിഞ്ഞിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ടെൻഡർ കോക്കനട്ട് സ്ട്രോബെറി മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമല്ല ഇതുണ്ടാക്കാൻ. അങ്ങനെ 2 മിൽക്ക് ഷേക്കിൽ നിങ്ങൾക്ക് ഏത് മിൽക്ക് ഷേക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ ഈസി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.